ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. വചന പഠനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ക്രിസ്തീയ കുടുംബം എന്ന പഠന പരമ്പരയുടെ 8ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ക്രിസ്തീയ കുടുംബം ഭൂമുഖത്ത് താറുമാറായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം. കുടുംബം സ്ഥാപിച്ചത് ദൈവമാണെങ്കിലും കുടുംബം ഇന്ന് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നു. കുടുംബ ബന്ധങ്ങൾക്ക് മൂല്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. ദൈവം വിഭാവനം ചെയ്ത ഈ സ്വർഗീയ അനുഗ്രഹം പ്രാപിച്ച ഈ കുടുംബത്തെ പൈശാചികൻ ശത്രു എല്ലാവിധത്തിലും തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പഠന പരമ്പരയുടെ 8ാമത്തെ അവതരണത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബത്തിൻ്റെ കർത്തവ്യങ്ങൾ, കുടുംബത്തിൻ്റെ പ്രവർത്തികൾ എന്തൊക്കെയാണ്, കുടുംബത്തെ തകർക്കുന്ന വിഷയങ്ങൾ എന്താണ്. മനുഷ്യർ ഏകനായിരിക്കുന്ന നന്നല്ല എന്ന് കണ്ടുകൊണ്ട് ദൈവം പുരുഷന് സ്ത്രീയെ നൽകി, അവരെ ഒന്നാക്കി. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ആദ്യത്തെ വിവാഹം നടത്തിക്കൊടുത്ത ദൈവം. പക്ഷേ ഈ കുടുംബം ഇന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമായ കുടുംബം. പലർക്കും കുടുംബത്തിൻ്റെ ഉദ്ദേശം അറിയില്ല. ദൈവം എന്തിനാണ് കുടുംബം വിഭാവനം ചെയ്തതെന്ന് അറിഞ്ഞിട്ടില്ല, തിരിച്ചറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. കുടുംബത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ 4 തലക്കെട്ടുകൾ കണ്ടു. 4 പ്രത്യേകമായ മേഖലകൾ. 1 സാമ്പത്തികം, 2 കൂടിച്ചേരൽ അഥവാ കൂട്ടായ്മ, 3 വ്യക്തിപരമായ വളർച്ച, 4 ആത്മീക വികസനം. കുടുംബം ദൈവം വിഭാവനം ചെയ്തത് ഈ ഒരു കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ടിയാണ്. ആദ്യത്തേത് സാമ്പത്തികം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുടുംബം നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. 1 ധനസമ്പാദനം. കുടുംബത്തിൽ പുരുഷനെ പരിമേൽപ്പിച്ചിരിക്കുന്ന കടമയാണ്. 2ാമത് അത് ചെലവഴിക്കുന്ന വിധം. അതിന് ദൈവഹിതപ്രകാരം ദൈവത്തിന് മഹത്വം കിട്ടുന്ന വിധത്തിൽ ദൈവം നൽകി തരുന്ന അനുഗ്രഹങ്ങൾ, സാമ്പത്തിക അനുഗ്രഹങ്ങൾ ചെലവഴിക്കാനുള്ള ഉത്തരവാദിത്തം കുടുംബത്തിലുണ്ട്. 3ാമത് കരുതൽ. ഒരു കരുതൽ ആവശ്യമാണ്. അത് വളരെ പ്രധാനമായിട്ട് നാം കണ്ടു. അതിന് കുടുംബത്തിലെ എല്ലാവരെയും കരുതണം. ജോലി ചെയ്ത് ശമ്പളം വാങ്ങി വരുമാനം ഉണ്ടാകുന്ന മനുഷ്യൻ അവന് വേണ്ടി മാത്രമല്ല, അവൻ്റെ കൂടെയുള്ളവർക്ക് അത് ഉപയോഗിക്കണം. എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കണം. 2ാമത് നമ്മൾ കണ്ടത് കൂടിച്ചേരൽ, അല്ലെങ്കിൽ കൂട്ടായ്മ. അവിടെ മനുഷ്യൻ ഏകരായിരിക്കും നന്നല്ല എന്ന് കണ്ടുകൊണ്ടാണ് അവൻ തക്കതായി തുണ കൊടുത്തത്. ഇപ്പോൾ കുടുംബം ഇത് വളരെ പ്രധാനമായിട്ട് ഇത് ക്രമീകരിക്കപ്പെടുകയാണ്. കുടുംബത്തിൻ്റെ ഉദ്ദേശം തന്നെ അന്യോന്യം സ്നേഹിച്ച് വളരുക, ജീവിക്കുക എന്നുള്ളതാണ്. സ്നേഹത്തെക്കുറിച്ച് വിശദമായി നമ്മൾ കണ്ടു കഴിഞ്ഞു. കുടുംബത്തിലെ ഏറ്റവും ആവശ്യം, ഒരു വ്യക്തി ഏറ്റവും അധികം കിട്ടുന്നതും സ്നേഹിക്കപ്പെടുന്നതും തനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നതും കുടുംബത്തിലാണ്. അതിനെക്കുറിച്ച് വ്യക്തമായി കണ്ടു. മനുഷ്യബന്ധങ്ങളിൽ ഏറ്റവും അധികം അനുഗ്രഹീതമായ ഒന്നാണ്. അതോടൊപ്പം നാം കണ്ട ഒരു സത്യമുണ്ട്. കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും ഭയാനകമായ ഒരു അനുഭവം അവർക്കുള്ളത് മാതാപിതാക്കൾ ഇപ്പോൾ സ്നേഹിക്കുന്നില്ല എന്ന തിരിച്ചറിവാണ്. മാതാപിതാക്കൾ തമ്മിലുള്ള സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്നുള്ള തിരിച്ചറിവ് മക്കൾക്കുണ്ടാകുമ്പോൾ അവർ സമൂഹത്തെ നേരിടുവാൻ കെൽപ്പില്ലാത്ത കുട്ടികളായി മാറും. ഒരു അനാഥരായി ഒറ്റപ്പെടും. മാതാപിതാക്കൾ ജീവനോടെയുണ്ട്, പക്ഷേ പരസ്പരം ദൈവം ഒരുക്കിയതുപോലെ സ്നേഹം ഇപ്പോൾ ഇല്ല. ഇത് വളരെ അപകടം പിടിച്ചൊരവസ്ഥയാണ്. കൂടാതെ കുടുംബത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട അവസ്ഥയാണ് സുരക്ഷിതത്വം നൽകുക. ഒരു വ്യക്തിയുടെ സുരക്ഷിതത്വം അവൻ്റെ കുടുംബത്തിലാണ്. കാരണം ലോകത്തിലതില്ല. ലോകം മത്സര ഓട്ടത്തിലാണ്. 3ാമത് ഉറപ്പ്, നിശ്ചയം കുടുംബത്തിലാണ്. കുടുംബത്തിലാണ് ഒരു വ്യക്തിക്ക് ഉറപ്പ്, നിശ്ചയം കിട്ടുന്നത്. തന്നെ സ്നേഹിക്കാൻ ആൾക്കാരുണ്ട്, തന്നെ കരുതുവാൻ, പരിപാലിക്കാൻ, തന്നെ ശ്രദ്ധിക്കുവാൻ ആൾക്കാരുണ്ട് എന്നുള്ള തിരിച്ചറിവ് കുടുംബത്തിലൂടെ ലഭിക്കും. ഇതൊക്കെ ദൈവം വെച്ചിരിക്കുന്ന പദ്ധതികളാണ്. 3ാമത് നമ്മൾ ചിന്തിക്കുന്നത് വ്യക്തിപരമായ വളർച്ച. ഓരോ വ്യക്തികളും വളരണം, ഇതാവശ്യമാണ്. കുടുംബം വളരെ പൊരുത്തമുള്ള ഒരു സംവിധാനമാണ്. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു വ്യക്തിയുടെ പരിപക്വമായിട്ടുള്ള വികസനം, അതായത് പരിപൂർണ വികസനം, സമ്പൂർണ്ണ വികസനം എന്ന് പറയും. ശരീരം മാത്രം വളർന്നാൽ പോരാ, ആ വ്യക്തിയുടെ എല്ലാ മേഖലകളിലേക്കും വളർച്ച ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം 2ാം അധ്യായത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് കാണാം. ലൂക്കോസിൻ്റെ സുവിശേഷം 2ാം അധ്യായത്തിൽ അവിടെ പറയുന്നത്, അതിൻ്റെ 52ാം വാക്യത്തിൽ, യേശുവ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും 4 മേഖലകളിലും ക്രിസ്തുവിനുണ്ടായ വളർച്ചയെക്കുറിച്ച് കാണാം. മനുഷ്യരുടെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ, ജ്ഞാനത്തിൽ, കൃപയിൽ എല്ലാം ക്രിസ്തുവിൻ്റെ വളർച്ച കാണാം. ഒരു വ്യക്തി വളരണം. വ്യക്തിക്ക് വളർച്ച ആവശ്യമാണ്. അത് വളരെ വളരെ പ്രധാനമാണ്. അപ്പോൾ അതിന് കുടുംബമാണ് ദൈവം വിഭാവനം ചെയ്തത്. ഓരോ വ്യക്തികളും ശിശുവായി ജനിച്ചു വീഴുമ്പോൾ ആ ശിശുവിനെ രൂപപ്പെട്ടു വരുവാൻ, വളർന്നു വരുവാൻ, വികസനം പ്രാപിക്കുവാൻ ഒരു കുടുംബം ദൈവം നൽകുക. അവിടെ ഏറ്റവും അധികം ആവശ്യം, ഇതിനകം തന്നെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ, സ്നേഹം എന്ന വികാരമാണ്. സ്നേഹം, സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കാനുമെല്ലാം ഉള്ള അവസ്ഥകൾ കുടുംബത്തിലൂടെയാണ് നാം നേടുന്നത്. നമ്മെ സ്നേഹിക്കാൻ ഏകരുണ്ടാകും, നമുക്ക് സ്നേഹിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടാകും. സ്നേഹബന്ധം അനുഭവിച്ചറിയുന്ന ആദ്യത്തെ പാഠശാല കുടുംബമാണ്. കുടുംബത്തിലാണ് ഇത് വെച്ചിരിക്കുന്നത്. വ്യക്തിപരമായ വികസനത്തിന് സ്നേഹം അനിവാര്യമാണ്. 2ാമത് താല്പര്യങ്ങൾ. ഇപ്പോൾ കുടുംബം ഒരുമിച്ച് നിൽക്കുന്നത് ആ കുടുംബത്തിലെ എല്ലാവരുടെയും താല്പര്യങ്ങൾ ഒരുമിച്ച് മാനിച്ചുകൊണ്ടാണ്. ഒരാളുടെ സ്വന്തം ഇഷ്ടം നടപ്പിലാക്കുന്നതല്ല കുടുംബം. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും
താല്പര്യങ്ങളെ മാനിച്ചുകൊണ്ട് പരിഗണിച്ചുകൊണ്ടാണ് ആ കുടുംബം നിലനിൽക്കുന്നത്. ഒരു കൊച്ചു കുഞ്ഞ് കുടുംബത്തിൽ ജനിച്ചു വീഴുമ്പോൾ കുഞ്ഞിന് സംസാരിക്കാൻ അറിയില്ല, കുഞ്ഞിന് ഭാഷ അറിയില്ല, കുഞ്ഞിന് നിശ്ചയങ്ങളോ ബോധ്യങ്ങളോ ഇല്ല. കുഞ്ഞിന് തന്നിൽ തന്നെയുള്ള ചില ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. അത് പിന്നീട് രൂപപ്പെട്ട് വരാനുള്ളതാണ്. പക്ഷെ ആ കുടുംബത്തിലുള്ള ബാക്കി എല്ലാവരും ഉദാത്തമായ നിലയിൽ കുഞ്ഞിനെ സ്വാധീനിക്കുന്നു. ആ കുഞ്ഞിനെ കൈകാര്യം ചെയ്യുന്നതിലും പരിപാലിക്കുന്നതിലും സ്നേഹിക്കുന്നതിലും ലാളിക്കുന്നതിലും ആ കുഞ്ഞിൻ്റെ വ്യക്തിത്വം രൂപപ്പെട്ടു വരികയാണ്. ആ കുടുംബം ഒരുമിച്ച് നിന്ന് ആ കുഞ്ഞിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പോൾ അതൊരു പക്ഷേ ഏത് തരത്തിലുള്ള സ്വാധീനമായിരിക്കാം കുടുംബം നൽകുന്നതെന്ന് അറിയില്ല. അത് കുഞ്ഞ് വളർന്നു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഒരു സ്വാധീനം കുടുംബത്തിൽ നിന്ന് വരുന്നു. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആ കുഞ്ഞിന് വേണ്ടി ഒരുമിച്ച് നിന്ന് കുഞ്ഞിനെ വളർത്തി ഒരു വ്യക്തിയായി രൂപപ്പെട്ടു വരുവാൻ സഹായിക്കണം. അപ്പോൾ ആ താല്പര്യങ്ങൾ പ്രധാനമാണ്. മൂന്നാമത് അനുഭവങ്ങൾ. ഒരു വ്യക്തി വാസ്തവത്തിൽ എന്തായിരിക്കും എന്നുള്ളത് തൻ്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ഒന്നാണ്. ഒരു വ്യക്തി എന്തുകൊണ്ട് ഇങ്ങനെയായി തീർന്നു, ആ വ്യക്തിയുടെ പിന്നോക്കം നമ്മൾ നോക്കും, ആ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ആ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കും. എന്തുകൊണ്ടാണ്, എങ്ങനെയൊരു കുടുംബത്തിലാണ് കുട്ടി വളർന്നത്. ഇത് പലപ്പോഴും സ്കൂളുകളിൽ കുട്ടികളെ ചേർക്കുമ്പോൾ സ്കൂളിലെ ഉത്തരവാദിത്തപ്പെട്ടവർ അപ്പനും അമ്മയോടും കൂടി കുട്ടി കടന്നു വരാൻ ആവശ്യപ്പെടും. അപ്പനും അമ്മയുമായിട്ട് അധികാരികൾ സംസാരിക്കും. അവരെങ്ങനെയുള്ളവരാണ്, പരസ്പരം കുറ്റപ്പെടുത്തി ജീവിക്കുന്നവരാണോ അതോ അകന്ന് ജീവിക്കുന്നവരാണോ, ഒരു രണ്ടുപേരും കുട്ടിയുടെ കാര്യത്തിൽ താല്പര്യമുള്ളവരാണോ എന്നുള്ള പരിശോധിച്ചാണ് ഇന്ന് പലപ്പോഴും സ്കൂളുകളിൽ കുട്ടികളെ ചേർക്കുന്നത് തന്നെ. എന്നാൽ കുട്ടികൾ വളർന്നു വരുന്നതായ കുട്ടികൾ കടന്നു വരുന്നതായ ഭവനത്തിൻ്റെ അന്തരീക്ഷം വളരെ പ്രധാനമാണ്. ഒരു വ്യക്തിയുടെ അനുഭവങ്ങളാണ് ആ വ്യക്തിയെ രൂപപ്പെടുത്തുന്നത്. അത് വളരെ ആദ്യം തന്നെ കുട്ടിയിൽ രൂപീകരണം നടത്തുന്നത്, കുട്ടികളെ ശക്തമായ സ്വാധീനം നടത്തുന്നത് കുടുംബം എന്ന സ്ഥലമാണ്. കുടുംബത്തിലെ സ്വാധീനമാണ്, കുടുംബത്തിൽ നേടുന്ന അനുഭവങ്ങളാണ്. ചിലപ്പോൾ സഹോദരങ്ങളിൽ നിന്നോ അപ്പനിൽ നിന്നോ അമ്മയിൽ നിന്നോ അമ്മാവനിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ വളരെ മോശമായ അനുഭവങ്ങൾ കിട്ടിയ കുട്ടിയെ സംബന്ധിച്ച് കുട്ടിക്ക് അത് വളരെ വേദനയുള്ള മുറിവായിരിക്കും, ഉണങ്ങാത്ത മുറിവുകളായി മാറും. മാതാപിതാക്കൾ മരിച്ചു പോകും, കുടുംബം പക്ഷേ നിലനിൽക്കും, കുടുംബത്തിൻ്റെ സ്വാധീനം നിലനിൽക്കും. ഇപ്പോൾ കുടുംബം അതിൻ്റെ സ്നേഹത്തിൻ്റെയും പരിശീലനത്തിൻ്റെയും മാതൃകയുടെയും അച്ചടക്കത്തിൻ്റെയും മനോഭാവങ്ങളുടെയും എല്ലാം അനുഭവങ്ങളിലൂടെ ആ കുടുംബത്തിൽ വ്യക്തിത്വം രൂപപ്പെട്ടു വരികയാണ്. കുടുംബത്തിൽ നിന്ന് ഓരോ വ്യക്തിത്വങ്ങളാണ് രൂപപ്പെട്ടു വരുന്നത്. ഒരു വ്യക്തി ഇങ്ങനെ ശരീരമൊക്കെ വളർന്ന് വലുതായി വരികയല്ല, ഒരു വ്യക്തിത്വം രൂപപ്പെട്ടു വരികയാണ്. ആ വ്യക്തിത്വം സമൂഹത്തിന് മറ്റുള്ളവർക്ക് പ്രയോജനകരമായ വ്യക്തിയായി മാറുമോ? ആ വ്യക്തി ഉൾപ്പെടുന്ന മതപരമായ സംഘടനയ്ക്ക് ഇടവകയ്ക്ക് ആ വ്യക്തി അനുഗ്രഹമായി മാറുമോ? അത് കുടുംബത്തിൻ്റെ അന്തരീക്ഷം നിയന്ത്രിക്കുകയാണ്. അപ്പോൾ വ്യക്തിപരമായ വികസനത്തിന് കുടുംബം എത്ര ആവശ്യമാണ്. എല്ലാവരും ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നവരാണ്. ആ കുടുംബം തകർന്നതാണെങ്കിൽ ആ വ്യക്തി മാനസികമായും തകർന്ന വ്യക്തിയാണ്, ആത്മീക ബലമില്ലാത്ത വ്യക്തിയാണ്, ആത്മീക വളർച്ചയില്ലാത്ത വ്യക്തിയാണ്, മാനസിക വളർച്ചയില്ലാത്ത വ്യക്തിയാണ്. കാരണം ആ വ്യക്തി വളർന്നു വന്ന കുടുംബം അങ്ങനെയായിരുന്നു. കൂട്ടുകാർക്കൊന്നും ഒരു വ്യക്തി രൂപപ്പെട്ടു വരുത്താൻ പറ്റില്ല. നാലാമതായിട്ട് കുടുംബത്തിൻ്റെ പ്രവർത്തനം, കർത്തവ്യം എന്ന് പറയുന്ന ആത്മീക വളർച്ച എന്നുള്ളതാണ്. ആത്മീക വളർച്ച കുടുംബത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലയാണ് ആത്മീക വളർച്ച. ഒരു വ്യക്തിയുടെ ആത്മീക വികസനത്തിന് കുടുംബം വളരെ പ്രധാനമാണ്. ഒരുമിച്ചുള്ള പ്രാർത്ഥന, ഒരുമിച്ചുള്ള വചന പഠനം, ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുക, കുടുംബ പ്രാർത്ഥന വളരെ ആവശ്യമാണ്. കുടുംബജീവിതത്തിൽ വളരെ വളരെ നിർണായകമായ സ്ഥാനം, സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് കുടുംബം ഒരുമിച്ചിരുന്ന് ദൈവത്തെ പാട്ടുപാടി സ്തുതിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കടമയാണ്, കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനമാണിത്. അതുകൊണ്ട് ഒരു വ്യക്തി ആത്മീയമായ വ്യക്തി രൂപപ്പെടുത്തി വരണം. 3 കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ആത്മീയ വളർച്ചയുടെ കാര്യത്തിൽ. ഒന്ന്, വിശ്വാസം വർദ്ധിപ്പിക്കുക, വിശ്വാസം വളർത്തിയെടുക്കുക. ഇപ്പോൾ ചിലപ്പോൾ നമുക്കറിയാൻ ദൈവത്തിൻ്റെ മക്കളായി തീർന്നിട്ടുള്ളവർ 1, 3, 4, 5 തലമുറകളുടെ സ്വാധീനത്താൽ വന്നവരായിരിക്കാം. ഇപ്പോൾ പൗലോസ് തിമോത്തിയോസിന് പറഞ്ഞതുപോലെ, തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് ഇപ്രകാരം പറയുകയുണ്ടായി. അവിടെ പറഞ്ഞ എന്താണ്? നിർമ്മല മനസ്സാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. നിർവ്യാജ വിശ്വാസം തിമോത്തിയോസിനെ കുറിച്ച് വിശേഷിപ്പിച്ച അങ്ങനെയാണ്. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യൂനിക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇപ്പം നിർവ്യാജമായ കപടമില്ലാത്ത വിശ്വാസം തിമോത്തിയോസിന് അത് ലഭിച്ചത് അമ്മയും വല്യമ്മയുടെ സ്വാധീനത്താലാണ്. ഒരു നിരന്തരമായ ആത്മീക പാഠങ്ങൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചതുകൊണ്ടാണ്. അപ്പം ഇപ്രകാരമുള്ള മനോഭാവങ്ങൾ, നമുക്കറിയാം, മനോഭാവങ്ങൾ നമ്മൾ നേടിയെടുക്കുന്നതാണ്, പരിശീലിപ്പിച്ചെടുക്കുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ കണ്ടു വളരെ മനോഭാവങ്ങൾ. ഒരു വിഷയം കൈകാര്യം ചെയ്തത്, അപ്പനും അമ്മയും കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കണ്ട് നമുക്ക് ആ മനോഭാവം വളർത്തിയെടുക്കാൻ പറ്റും. ചിലപ്പോൾ നമ്മളെ അത് പഠിപ്പിച്ചു തരും, ഇങ്ങനെയാണ് ഒരു കാര്യം കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, കുടുംബം മറ്റേത് സ്വാധീനത്തെക്കാളും ദൈവത്തോടുള്ള മനോഭാവം, ക്രിസ്തുവിനോടുള്ള മനോഭാവം, വചനത്തോടുള്ള മനോഭാവം, സഭയോടുള്ള മനോഭാവം, ആത്മീയ കാര്യങ്ങളുടെ താല്പര്യം രൂപപ്പെട്ടു വരുന്നത് കുടുംബത്തിനകത്ത് നിന്നാണ്.
കൂട്ടുകാരിൽ നിന്ന് ഒരിക്കലുമില്ല. കൂട്ടുകാർ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുകയുള്ളൂ മിക്കവാറും. ഇത് ദൈവത്തോട് നമ്മുടെ യഥാർത്ഥ സമീപനം, ക്രിസ്തുവിനോട്, വചനത്തോട്, സഭയോട്, ആത്മീയ കാര്യങ്ങളോട് നമ്മുടെ സമീപനം വളർത്തിക്കൊണ്ട് വരേണ്ടത് കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിലാണ്. കുടുംബത്തിന് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ തലമുറയായിട്ടുള്ള സ്വാധീനം നിലനിൽക്കണമെങ്കിൽ, ക്രിസ്ത്യാനിത്വത്തിൻ്റെ സന്തോഷം കുടുംബത്തിൽ വ്യക്തികൾ അനുഭവിക്കണമെങ്കിൽ കുടുംബത്തിന് വലിയൊരു പങ്ക് നിർവഹിക്കാനുണ്ട്. അപ്പോൾ ഒന്ന്, വിശ്വാസം വർദ്ധിപ്പിക്കുക. രണ്ട്, ക്രിസ്തീയ ജീവിത അനുഭവം പങ്കിടുക. ക്രിസ്തീയ ജീവിതം ജീവിക്കാനുള്ള അവസരം കുടുംബത്തിലാണ്. ഇപ്പോൾ നമ്മൾ ഒരു ദൈവദിനങ്ങൾ ഇങ്ങനെ മനഃപ്പാടമായി പലപ്പോഴും നമ്മൾ പഠിക്കാറുണ്ട്. അന്യനെ സ്നേഹിക്കണം, മറ്റുള്ളവരുടെ കരുണ കാണിക്കണം, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കണം. ഇങ്ങനെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണാൻ പഠിക്കുന്ന ഒരു കാര്യം, അത് ചെയ്യുന്നത് മറ്റൊരു കാര്യം. മനഃപ്പാടമായി വാക്യങ്ങൾ പഠിക്കുന്നത് നല്ലതാണ്, പക്ഷെ അത് ജീവിതത്തിൽ അത് ചെയ്യുക, അത് വളരെ പ്രധാനമാണ്. കുടുംബത്തിലാണ് ഇത് പരിശീലിക്കാനുള്ള ഏറ്റവും വലിയ സാഹചര്യം. കുടുംബത്തിനകത്ത് നമ്മൾ പരിശീലിക്കണം ക്രിസ്ത്യാനിത്വം കുടുംബത്തിൽ പരിശീലിക്കണം. അപ്പനെ അമ്മയെ ബഹുമാനിച്ച്, അപ്പനെ അമ്മയെ സ്നേഹിച്ച്, സഹോദരങ്ങൾക്ക് വേണ്ടി കരുതിയും, വൃദ്ധരായവരെയും വൃദ്ധന്മാരെയും കരുതിക്കൊണ്ടും, കരുണ കാണിച്ചുകൊണ്ടും, ക്ഷമിച്ചും പുറത്തും ശുശ്രൂഷിച്ചും സ്നേഹിച്ചും എല്ലാം കുടുംബത്തിനകത്ത് ക്രിസ്തീയ ഗുണങ്ങൾ നാം പരിശീലിക്കണം. കുടുംബത്തിനകത്ത് ഏറ്റവും നല്ല സാഹചര്യം പരിശീലിക്കാൻ. ഇവിടെയാണ് സ്വഭാവങ്ങൾ രൂപപ്പെട്ടു വരുന്നത്. സ്വഭാവങ്ങൾക്കൊരു കൃത്യമായ രൂപീകരണം നടക്കുന്ന കുടുംബത്തിൻ്റെ അകത്താണ്. ഇപ്പോൾ ഒരു കുട്ടിയുടെ മേൽ ഇത് വല്ലാതെ സ്വാധീനം ചെലുത്തും. ഇപ്പോൾ മാതാപിതാക്കൾ അറിഞ്ഞോ അറിയാതെയോ അവരുടെ വാക്കുകളിലൂടെയും മനോഭാവത്തിലൂടെയും അവരുടെ ജീവിത രീതിയിലൂടെയും ആ വ്യക്തികളിൽ വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത്. ഒരുപക്ഷെ നല്ലതിനായിരിക്കാം, അല്ലെങ്കിൽ മോശമായിരിക്കാം. പഴയത്തെ യെരോബിയാമിൻ്റെ വഴികളെക്കുറിച്ച് അനേക തലമുറകൾ മനുഷ്യർ പാപം ചെയ്തപ്പോഴൊക്കെ അവിടെ പരാമർശിച്ച യെരോബിയാമിൻ്റെ വഴികളിൽ നടന്നു. ഈ രാജാവ് യെരോബിയാമിൻ്റെ വഴികളിൽ നടന്നു, ദൈവത്തോട് പാപം ചെയ്തു. ചില മനുഷ്യരുടെ പാപങ്ങൾ, ചില കുടുംബത്തിൽ ചിലരുടെ പാപങ്ങൾ അവിടെയുള്ള പലരെയും സ്വാധീനിച്ചെന്ന് വരും. കർത്താവ് യേശു ഇപ്രകാരം പറഞ്ഞു, എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാണ്, എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാണ്. ഇപ്പോൾ കുടുംബത്തിനകത്ത് വലിയ സ്വാധീനമുണ്ട്. കുടുംബത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അന്തരീക്ഷം നിലനിൽക്കുന്നത് ആ കുടുംബത്തിലുള്ള വ്യക്തികൾ അവർ ക്രിസ്തീയ ജീവിതം ജീവിക്കാനുള്ള സഹായകരമാണ്. എങ്ങനെയാണ് ക്ഷമിക്കുക? പ്രത്യേകിച്ച് ഏറ്റവും വലിയൊരു പാഠമാണ് എങ്ങനെയാണ് തെറ്റ് ചെയ്താൽ ക്ഷമിക്കാൻ കഴിയുന്നത്. നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് നിരപ്പിലാകുന്നത് എങ്ങനെയാണ്? കുടുംബത്തിലുള്ളവരോട് നമ്മളത് അനുഭവിച്ച് പരിശീലിക്കുമ്പോൾ അത് പുറമേയുള്ളവരോടും ദൈവമക്കളോടുമൊക്കെ നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നിർവചിച്ച തെറ്റുകളെ ന്യായീകരിക്കുന്ന അപ്പനും അമ്മയുമാണെങ്കിൽ അത് നമ്മുടെ പുറത്തും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയായിരിക്കും. മൂന്നാമതായി കുടുംബം ചെയ്യുന്ന ഈ ആത്മീക വളർച്ചയുടെ ബന്ധത്തിൽ മതപരമായ പരിപാലനവും നിർദ്ദേശവും ലഭിക്കുന്ന ഈ കുടുംബത്തിനകത്തു നിന്നാണ്. മതപരമായ നിർദ്ദേശം, മതപരമായുള്ള ആ ഒരു ഗൈഡൻസ് വഴികാട്ടുന്ന കുടുംബത്തിൽ നിന്നാണ്. ഇവിടെ കുടുംബം കൈകാര്യം ചെയ്യുന്ന ജീവിതത്തെക്കുറിച്ചാണ്. ജീവിതത്തിൻ്റെ ആ യഥാർത്ഥ അനുഭവത്തോടു കൂടി, അത് ജീവിതത്തിൻ്റെ ആ ഒരു തുടക്കം, അതിൻ്റെ തുറക്കലോടുകൂടി, എല്ലാ വിധത്തിലുള്ള അതിൻ്റെ പ്രതിഫലനത്തോടുകൂടി, വ്യക്തിത്വത്തിൽ ആ ജീവിതം നൽകുന്ന സ്വാധീനങ്ങൾ എല്ലാം കുടുംബത്തിലാണ്. എന്താണ് ജീവിതം എന്നുള്ളത്? ശരി, കുടുംബത്തിൽ നല്ലതാകാം, ചീത്തയാകാം, അല്ലെങ്കിൽ ഉത്തമന്മാരാകാം, നിന്ദ്യമായി ജീവിക്കുന്നവരാകാം, നായകന്മാരാകാം, സ്വാർത്ഥരാകാം, ബലഹീനരാകാം. ഇതെല്ലാം കുടുംബത്തിൻ്റെ സ്വാധീനമാണ്. എന്തുകൊണ്ടാണ് ഈ മനുഷ്യർ ഇങ്ങനെ ആയത്? ഈ മനുഷ്യൻ നല്ലവനായി ജീവിക്കുന്നത് എന്തുകൊണ്ട്? ഇവൻ ഉത്തമനായത് എന്തുകൊണ്ട്? ഇവർ സ്വാർത്ഥനായത് എന്തുകൊണ്ട്? ഇവർ നാളെ കൊള്ളക്കാരനായി തീർന്നത് എന്തുകൊണ്ട്? ഇവർ മറ്റുള്ളവരെ നിന്ദിക്കുന്ന സ്വഭാവത്തിലെത്തിയത് എന്തുകൊണ്ട്? അവൻ്റെ പിന്നിലേക്ക് നോക്കി അവൻ്റെ കുടുംബത്തെ പരിശോധിച്ചാൽ മതി. അവൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം എന്താണ്? ഇവിടെ മാതാപിതാക്കൾ പലരും സ്നേഹിക്കുന്നില്ല. മാതാപിതാക്കൾ ഈ കുഞ്ഞിന് വേണ്ടി വേണ്ട വിധത്തിൽ കരുതിയിട്ടില്ല. അവൻ്റെ കാര്യത്തിൽ ശ്രദ്ധ വെച്ചിട്ടില്ല. അവൻ വഴിതെറ്റി പോകുമ്പോൾ ഓഫീസിൽ നിന്നൊരു പെൻസിൽ മോട്ടിച്ച്, സ്കൂളിൽ നിന്നൊരു പെൻസിൽ മോട്ടിച്ചുകൊണ്ട് വന്നപ്പോൾ അപ്പൻ മറുവശത്ത് ഒരു വലിയ പാക്കറ്റ് പെൻസിലാണ് ഓഫീസിൽ നിന്ന് കൊണ്ടുവന്നത്. ഇപ്പോൾ വീട്ടിൽ അവന് കിട്ടുന്ന പ്രോത്സാഹനം, തിന്മ ചെയ്യാൻ, തെറ്റ് ചെയ്യാൻ, തെറ്റുകളെ ചൂണ്ടിക്കാണുന്നില്ല, കാട്ടുന്നില്ല, ശാസിക്കുന്നില്ല, വഴക്ക് പറയുന്നില്ല, വേണ്ട സമയത്ത് ശിക്ഷിക്കുന്നില്ല. വീട്ടിൽ നിന്ന് അവന് തിന്മ ചെയ്യാനുള്ള പ്രോത്സാഹനം കൂടെ കൊടുത്തു. അവൻ്റെ നാളെ സമൂഹത്തിൽ ഏറ്റവും വലിയ കുറ്റവാളിയായി മാറുമ്പോൾ അവൻ്റെ കുടുംബമാണ് അതിൻ്റെ പിന്നെ കാരണക്കാരായി നിൽക്കുന്നത്. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ വാസ്തവത്തിൽ ദൈവത്തിലുള്ള വിശ്വാസം, ക്രിസ്തുവിലുള്ള ആശ്രയം, അന്യോന്യമുള്ള സ്നേഹം, പരസ്പരമുള്ള ക്ഷേമം, ക്രിസ്തീയ സ്വഭാവങ്ങൾ, ഉറപ്പ്, എല്ലാറ്റിലുപരി സഭയ്ക്ക് മുൻസ്ഥാനം കൊടുക്കേണ്ടതായ ആ ഒരു തീരുമാനങ്ങൾ, ഇതെല്ലാം കുടുംബത്തിനകത്തുനിന്ന് കുട്ടികൾ പഠിക്കണം, വ്യക്തികൾ പഠിക്കണം. ആത്മീകമായ വഴികാട്ടൽ അവിടെ നിന്നുണ്ടാകണം. ആത്മീയ വഴികാട്ടണം. ശമ്പളം വാങ്ങി, ആ ജോലി കിട്ടി, ശമ്പളം വാങ്ങി, ആദ്യം ദൈവത്തിന് കൊടുക്കണം, അത് സഭയ്ക്ക് നൽകണം, ദൈവം പഠിപ്പിക്കുന്നവർക്ക് നൽകണം. ആദ്യം കുടുംബത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക്. അത് വേണ്ട, അത് കൊടുക്കേണ്ട കാര്യമില്ല. അവർക്ക് അവിടെ ഉപദേശിക്കുന്ന ആൾക്ക് വേറെ പലയിടത്തു നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്, അതുകൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ല. തെറ്റായ വഴികാട്ടലാണത്.
ആ വ്യക്തിയുടെ ജീവിതത്തിൽ അനുഗ്രഹം നഷ്ടപ്പെടുകയാണ്. അത് നന്നല്ല എന്ന് എബ്രായത്തിൽ പറയുന്ന പോലെ. കടപ്പെട്ടത് ചെയ്യണം, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം, ആത്മീയർക്ക് മുമ്പേ അവരുടെ രാജ്യവും നീതിയും അന്വേഷിക്കണം. ഇത് കുടുംബത്തിനകത്തു നിന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. വാങ്ങുന്ന വസ്ത്രങ്ങൾ എത്ര വില കൂടിയതുവരെ ആകാം. നമ്മുടെ ആവശ്യമനുസരിച്ചുള്ള ആഹാരമാണോ ഉപയോഗിക്കുന്നത്? ആവശ്യമുള്ള സാധനമാണോ വാങ്ങുന്നത്? ഇതെല്ലാം മൂല്യങ്ങൾ പഠിക്കേണ്ടത് കുടുംബത്തിനകത്താണ്. അപ്പോൾ വഴി കാട്ടണം കുടുംബത്തിനകത്ത്. അത് ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമാണ്. അപ്പോൾ നാം കണ്ട 3 കാര്യങ്ങൾ: ആത്മീയ വളർച്ചയുടെ കാര്യത്തിൽ വിശ്വാസം വർദ്ധിപ്പിക്കുക, ക്രിസ്തീയ ജീവിതം പരിശീലിക്കുക, 3 ആത്മീയ വഴികാട്ടൽ നടത്തുക. അപ്പം ഈ കാര്യങ്ങളൊക്കെ ശരിയായ തരത്തിൽ കുടുംബത്തിനകത്ത് നടപ്പിലാക്കിയാൽ ഒരു വ്യക്തി ശരിക്കും രൂപപ്പെട്ടു വരും. അതുകൊണ്ട് തന്നെയാണ് സദൃശവാക്യം 22-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കേണ്ട ഉത്തരവാദിത്തം കുടുംബത്തിനകത്താണ്. മക്കളെ കോപിപ്പിക്കാതെ പത്യോപദേശത്തിൽ വളർത്തുക എന്ന് എഫേസ്യർ 6-ൽ പറഞ്ഞതും അതുകൊണ്ടാണ്. കുടുംബത്തിൽ നിന്നാണ് വ്യക്തികൾ രൂപപ്പെട്ടു വരുന്നത്. ജനിക്കുമ്പോഴേ പൂർണ്ണ വ്യക്തിയാകുന്നില്ല. കുടുംബത്തിനകത്തുള്ള സ്വാധീനത്തിലാണ് വ്യക്തി ഇങ്ങനെ രൂപപ്പെട്ടത്. ഇതെപ്പോഴും അപ്പനും അമ്മയും കൈ കഴുകാൻ പറ്റില്ല. അത് വളരെ പ്രധാനമാണ്. പറഞ്ഞു കൊടുക്കണം. ഒരു പ്രായം കഴിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും ആ മുതിർന്ന അവസ്ഥയിൽ എത്തുന്നതിന് മുമ്പ് വേണ്ട വഴികൾ കാണിച്ചു കൊടുക്കണം. അങ്ങനെയുള്ള കുട്ടികൾ കുടുംബത്തിനകത്ത് രൂപപ്പെട്ട് വന്നു കഴിയുമ്പോൾ അങ്ങനെയുള്ള കുടുംബങ്ങൾ കർത്താവിൻ്റെ സഭയ്ക്ക് എന്തുമാത്രം അനുഗ്രഹമായി മാറും. സഭയുടെ പ്രവർത്തികൾ നല്ല രീതിയിൽ ചെയ്യുവാൻ എപ്പോഴും സാധ്യമായി മാറും. അപ്പോൾ ഇത് വളരെ അല്ലെങ്കിൽ ബഹുമാനം നഷ്ടപ്പെട്ട ബന്ധങ്ങളായിരിക്കും. വിവാഹമോചനത്തിലേക്കും നാശത്തിലേക്കും ദൈവത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള പദ്ധതികൾ തകർക്കുന്ന അനുഭവത്തിലേക്കും ഓരോ കുടുംബങ്ങളും വഴിതെറ്റുമ്പോൾ അത് സമൂഹത്തെ ബാധിക്കും. അപ്പോൾ കുടുംബം ഇന്ന് സമൂഹത്തിനൊരു ആവശ്യകതയാണ്. നല്ല കുടുംബങ്ങൾ, ക്രിസ്തീയ കുടുംബങ്ങൾ സമൂഹത്തിൻ്റെ ആവശ്യമാണ്. ക്രിസ്തീയ കുടുംബം താനെ പൊട്ടിത്തെറിച്ചുണ്ടാകുന്നതല്ല. അത് ചിലരുടെ കഠിനാധ്വാനമാണ്, ചിലരുടെ കണ്ണുനീരിൻ്റെ ഫലമാണ്. ആ തരത്തിലുള്ള സമർപ്പണത്തിൻ്റെ ഫലമാണ് ക്രിസ്തീയ കുടുംബങ്ങൾ രൂപപ്പെട്ടു വന്നത്. അങ്ങനെ ഒരു കുടുംബങ്ങൾ രൂപപ്പെട്ടു വരാൻ ഇടവന്നാൽ ഇവിടെ സ്ത്രീകളുടെ പങ്ക് വളരെ വലുതാണ്. ആ കുഞ്ഞുങ്ങളെ ദൈവത്തിന് വേണ്ടി രൂപപ്പെടുത്തിയെടുത്താൽ, വിദേശത്ത് പോകാനല്ല, ദൈവവേലയ്ക്ക് വേണ്ടി രൂപപ്പെടുത്തിയെടുക്കാൻ, കർത്താവിൻ്റെ വചനം പഠിക്കാനായി പ്രോത്സാഹനം കൊടുത്ത് മാതൃക കാണിച്ച് കൂടെ ഇരുത്തി വചനം പഠിപ്പിച്ച് കഥകളും പറഞ്ഞും മറ്റ് ദൈവിക കാര്യങ്ങളിൽ താല്പര്യം ജനിപ്പിച്ച് കുട്ടികളുടെ മനസ്സിൽ കുഞ്ഞിലെ വിത്ത് വിതച്ച് ഒരേ സമൂഹത്തിന് പ്രയോജനമുള്ള വ്യക്തികളായി മാറ്റുമ്പോൾ ആ കുടുംബം സമൂഹത്തിൽ ചെയ്യുന്നൊരു വലിയ നന്മയാണ്. അതുകൊണ്ട് ക്രിസ്തീയ കുടുംബത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആലോചന വളരെയധികം സത്യമാണ്. ലോക അവസാനം വരെയും ഇത് സത്യമാണ്. കാരണം ദൈവം വിഭാവനം ചെയ്താണ് കുടുംബം. ഒരു വ്യക്തിയുടെ വികസനം കുടുംബത്തിനാണ്. അതിന് കുടുംബത്തിലുള്ളവർ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ 4 മേഖലകൾ: സാമ്പത്തികം, കൂടിച്ചേരൽ അല്ലെങ്കിൽ കൂട്ടായ്മ, വ്യക്തിപരമായ വളർച്ച, ആത്മീയ വികസനം. ഇതാണ് ദൈവം ഒരു കുടുംബം സ്ഥാപിച്ചതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം. കുടുംബത്തിനകത്താണ് ഇത് സാധിക്കുന്നത്. കുടുംബത്തിനകത്ത് രൂപപ്പെടുന്നത്, വികസനം പ്രാപിക്കുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഗ്രഹം കൊണ്ട് നിറഞ്ഞ കുടുംബങ്ങളാകുമ്പോൾ ഇത് നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം. അടുത്ത പാഠത്തിൽ വിവാഹത്തിൽ നേരിടുന്ന അപകട സാധ്യതകളെക്കുറിച്ചാണ്. ചില അപായ സാധ്യതകൾ, അപായ ഹേതുക്കൾ വിവാഹത്തിലുള്ള, അതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്ത പഠനത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്. താങ്ക് യു.